ഒരു തിരിച്ചു വരാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഞാൻ തിരിച്ചു വന്നാൽ ശരിയാവില്ല. ഇല്ല നമുക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ നല്ല സൗഹൃദത്തിലാ പോണം. ഒരു സൈഡിൽ കൂടെ നമുക്ക് രണ്ടുപേർക്കും അവിടെ തള്ളക്കി വിളിച്ചൊക്കെ നിക്കാം. ഇല്ല അത് നമ്മൾ തമ്മിൽ നിൽക്കാം. നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരണ്ട അടി. നമുക്കൊരു ടൈം വെക്കാം. ഞാനും സുമതിയമ്മായ അടി ഉണ്ടായ വാറ് വിളിക്കൂല. അത് 2 ഗ്യാങ്ങും എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ. അതാകുമ്പോ അടി ഉണ്ടാവില്ല. നമുക്ക് തുടങ്ങിയാലോ? അമ്മായി അല്ല ഇടക്കൊരു സാധനം ഉണ്ടെന്ന് ബോസ്റ്റണല്ലേ പറയല്ലേ? ബോസ്റ്റണന്റെ തള്ളാന് വേണ്ടി അതെ നിങ്ങൾ രണ്ടുപേരും ഐശ്വര്യായിട്ട് വലത്തെ കാലം വെച്ച് കയറിക്കോളൂ. എല്ലാരും പോർട്ടലിനകത്ത് കയറി. പോർട്ടലിനകത്ത് എടാ പോർട്ടലിൽ കയറണം. പോർട്ടലിൽ കയറണം. എന്താ നമ്മളിപ്പോ കണ്ടേ? അത് കൊള്ള കേട്ടോ. അത് വെറൈറ്റി സാധനം കേട്ടോ. അത് കൊച്ചു വീടാ. ഇനി ഇങ്ങനൊക്കെ എന്തേലും കൊണ്ടുവന്നാലേ നടക്കത്തുള്ളൂ. മനസ്സിലായ? കണ്ടുപടി അമ്പത്തൂരെ കണ്ടുപടി. എലിയാണെന്ന് വിചാരിച്ചത്. ഞാനും ആദ്യം എലിയാണെന്ന് വിചാരിച്ചേട്ടാ. കാരണം തുടക്കം തന്നെ തീയാണല്ലോ. ടെലിപ്പോർട്ടൊക്കെയാ. സത്യം കത്തിപ്പോതിരുന്ന മോബി ഐജിയലായ സുമതി നമ്മളെ ശബ്ദം മാറിപ്പോയല്ലേ? ആ പപ്പ ഇവിടെ ഒരു പരിധിയുള്ള സമയം ഞാനിപ്പോ സുമതിയോ? സുമതിയോ? പറഞ്ഞേട്ടോന്നല്ലേ വലിഞ്ഞേറി വന്നേന്ന് കേട്ടോ. തള്ളക്ക് കാര്യം പറയട്ടെ. നിങ്ങളാണെ കെട്ടാൻ താല്പര്യം ഉണ്ടെന്ന് വല്ല കത്തിപ്പോയി. ഇപ്പടിയോ സത്യം എന്താ കേട്ടില്ല? ഓർമ്മയുണ്ടോന്നോ? പഴയ എന്തൊക്കെ മെമ്മറീസ് ആണല്ലേ. എനിക്ക് ഓർക്കാൻ പോലും താല്പര്യമില്ല. നമ്മുടെ ലോക റിവ്യൂലാണ് എല്ലാരും സൈലന്റ്. മോശമായ പരിപാടി വിഷമമുണ്ട്. പക്ഷെ സാരമില്ല. പോട്ടെ. ഒന്നുമില്ല. എന്താണോ ഇവ ഉണ്ടാക്കി വെച്ചിരിക്കണത്? പേര് ചെറുതായിട്ടൊന്ന് മാറ്റി വിളിച്ചു പറയല്ലേ നീ? വിളിച്ചു പ്രസന്റേഷൻ ഭയങ്കര കിടലം ഗൈസ്. നാളെ മറ്റേത് പറയുമ്പോഴേ സത്യം പറയല. പ്രസന്റ് കാറിന് മുന്നിൽ പോട്ടെ. ഇത് എന്റെ വണ്ടിയിലല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോണിയപ്പാപ്പനൊക്കെ എന്തി? ജോണിയപ്പാപ്പനെ വിളിച്ച് ജോണിയപ്പാപ്പ ഇറ്റ്മാനെ ഫ്രണ്ടിലോട്ട് വാ.
ഫ്രണ്ടിലോട്ട് വാ ഫ്രണ്ടിലോട്ട് വാ ഫ്രണ്ടിൽ പോ വാസോണ്ട മുമ്പോട്ട് വാസോണ്ട. അവരുടെ ഗ്യാഗോസൊന്നും ഞാൻ പറ്റി ഫ്രണ്ടിൽ കയറി നടക്കണം. പക്ഷെ നമ്മളെ ഫ്രണ്ടിലോട്ട് വിളിച്ചില്ലോടാ, അത് തന്നെ വലിയ കാര്യം. അണ്ണ മുമ്പോട്ട് ഞാനുണ്ട്. നമ്മുടെ പഴയ വണ്ടികൾ എല്ലാം കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടിയല്ല, എനിക്ക് ഈ ലെഫ്റ്റിലത്തെ വണ്ടി ഇവരുടെ ഇഷ്ടമാണ്. എന്ത് ചെയ്യാ ചെറുക്കൻ? ഹായ് ചെറുക്കൻ, വാ 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 വാ. കത്തിയോ? കത്തി ആ ഇല്ല. ഹലോ അവിടെ ഉണ്ട്. ഹലോ കണ്ണാപ്പി. പക്ഷെ ഇതിപ്പോ നടത്തിയത് നന്നായി കേട്ടാ ഗൈസ്. കാരണം എന്താന്ന് പറയട്ടെ, ഇതിന്റെ മുകളിൽ ഒരെണ്ണം വെച്ചാലേ ഇനി എന്തേലും ആവുള്ളൂ, മനസ്സിലായ? അപ്പൊ രായൻ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം രായനത് കാണട്ടെ. എനിക്ക് ഇവരുടെ ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ആ കിടക്കണ റൈറ്റ് സൈഡിൽ കിടക്കണ വണ്ടി. ഇത് നമ്മുടെ പഴയ വണ്ടികളൊക്കെ ഒന്ന് അയ്യോ എങ്ങോട്ടാ ഇവിടുന്ന് വഴി തീർന്നല്ലോ. ഡ്രസ് റിവീൽ ആയിരുന്നു. ഉള്ളൊരു പച്ചമയം. കാർലോയെ ആരോ മൊളസ്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, ഏതോ അഡ്മിൻ കേട്ടോ. ഞാൻ അത് കണ്ട്. നിങ്ങൾ ആരും കണ്ടോ? ഒന്നുകൂടെ ബാക്ക് അടിച്ച് നോക്കിയേ. കാർലോ ആരോ മൊളസ്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. കാർലോയുടെ പ്രതിമയ്ക്ക് ചുറ്റും വരെ പെണ്ണുങ്ങള് കണ്ടു നിൽക്കും. പ്രതിമയാണോന്ന് ചോദിച്ചാൽ അതിന് ചുറ്റും പെണ്ണുങ്ങൾ നിൽക്കുന്നത് നോക്കോട്ടാ. എങ്ങനെ സഹിക്കാൻ പറ്റും എനിക്ക്? ഇത് പഴയതാണ്, പണ്ടത്തെ ഇതിന് മുമ്പത്തെ പണ്ടത്തെ ഇത് പുതിയതാ. എടാ പുതിയ ഡ്രസ് ഒന്നും അല്ല, പുതിയ ഡ്രസ് റിവീൽ ആയോ ഇത്? ഇതാണ് പുതിയത്. അയ്യോ മാറി നോക്കട്ടെ. എടാ ഒന്ന് മാറാ, ഈഗോ എല്ലാം മാറിക്കൊടുടാ. ഈഗോ എല്ലാം പക്ഷെ ഡ്രസ് എനിക്ക് വലിയ ചേഞ്ച് ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലേ. പക്ഷെ ഇവരുടെ ഡ്രസ്സിന് ഭയങ്കര ക്വാളിറ്റിയാടാ, അത് വേറൊരു കാര്യമാണ്. നിങ്ങൾ രണ്ട് ഇവരുടെ നോർമൽ ഗ്യാങ് ഡ്രസ്സിന്റെ പഴയ ഗ്യാങ് ഡ്രസ്സിന്റെ ക്വാളിറ്റി നോക്കിയേ, ഭയങ്കര ക്ലിയർ ആ ഇവരുടെ ലോഗോയും ഇതെല്ലാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറുതെ പഴയ ലൈവ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ അത് അമ്പത്തൂരിനടുത്ത് പറഞ്ഞു, നമ്മുടെ ഒരു ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ആ ക്വാളിറ്റി തിരിച്ചു കൊണ്ടുവരണം. ഇവരുടെ നല്ല ഡ്രസ്സിന്റെ ഡീറ്റെയിലിംഗ് ഭയങ്കര അടിപൊളിയാ. ഇത് കണ്ടോ, ചെറിയ ചെറിയ വെക്ടേഴ്സ് വരെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇത് കണ്ടോ, നോക്ക്, ഇത് കണ്ടോ, എല്ലാം നോക്ക്. നമ്മുടെ അകത്തൊരു ക്വാളിറ്റി ലോസ് ഉണ്ട്, അത് മാറ്റണം. അത് കളർ ചിലപ്പോ കളറിന്റെ ആയിരിക്കാടാ. ആ പറടാ. എന്നെ രായനാ വിളിച്ചേ? ഇത് നീയാണോ? ഞാൻ നീലാണെന്ന് വിചാരിച്ചേ. രായ ഇങ്ങോട്ട് വന്നേ. അത് ലോക്കും ചെയ്ത് കാർലോ എല്ലാം കണ്ടു വെച്ചോ. നമ്മുടെ പരിപാടി ഇതിന് മുകളിലായിരിക്കണം, മനസ്സിലായ? രണ്ടുപടി മുകളിലായിരിക്കില്ല, ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നീ കണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാനാ ഒരു കഴിവില്ലാത്തവനെ? നിന്റെ ഗ്യാങ് ഡ്രസ് എന്ത് ചെയ്യടാ? അണ്ണ ഞാൻ സിറ്റി വന്ന് കേറിയുള്ളൂ. ഞങ്ങളും ആ സമയത്ത് തന്നെ കേറിയത്. ഞാൻ ഇനി മാറിയിട്ട് പോകാനാണ് അണ്ണ, പെട്ടെന്ന് കേറി അണ്ണ. 50 തൊട്ട കത്തിപ്പോയ. അപ്പൊ ഇതിന്റെ തറയൊക്കെ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടാണോ കാണുന്നത്? തറ ഇടക്ക് ചെറിയ ആംഗിളിൽ വെക്കുമ്പോ അത് മാറുന്നുണ്ട്. അതിനൊന്ന് ലോഡ് അതിന് ഇഷ്ടമാണ്. ഹുഡി എവിടെ കാർലോ? ഹുഡി ഈ സെന്ററിൽ കാണുന്നുണ്ടോ? ഇതാണല്ലേ പുതിയ ഹുഡി. അതിന് റൈറ്റ് ഇതിൽ വരാണ്ട്, അത് ലോഡ് ആയിട്ടില്ല. ഇതാ പുതിയ ഹുഡി. എല്ലാം ഹോക്കി. ഞാനും
ആരാ ഹുഡി കൊടുത്ത് ഹാഫിസ് ബ്രോ അല്ലേ രായ എവിടെ രായ രായ ഒന്ന് ഇതിന്റെ ലോഡായിട്ടില്ല അത് ലോഡായിട്ടില്ല എനിക്കൊന്ന് അത് ഹുഡിയിലാ വരുന്നത്. ആണല്ലേ അതല്ലടാ അത് കാറിലൂടെ കസ്റ്റം ഡ്രസ് ഇത് യാങ് ഡ്രസ്. ആ ഇല്ല ആ ഡ്രസ് അപ്പാ ഡ്രസ് വന്നിട്ടില്ല. അപ്പാ എനിക്ക് ഇതുപോലെ മെഴുക് പ്രതിമ വേണം. ഗാഗോസി വെക്കാൻ അവിടെ ഇവിടെയൊക്കെ മൂലക്കൊക്കെ. പിന്നെന്താ ഒന്ന് മറ്റേ സിഗരറ്റ് കൈ പിടിച്ചോണ്ട് മറ്റേ മുട്ട കൈ കൊടുത്തിരിക്കുന്നത്, കാലുമേ കാല് കയറ്റി വെച്ചിരിക്കുന്ന ഒരെണ്ണം. എന്താ പറയുന്നത്, ഞാൻ MRCയുടെ ഗാഗോസി ചെയ്തപ്പോ അവിടെ അവരുടെ ഗോഡ് ഫാദറിന്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. എന്റെ പ്രതിമ വേണമില്ല. നമ്മളൊക്കെ പ്രതിമ വീട്ടിൽ ജോക്കി നമ്മളെ അടിച്ചിറക്കണ്ടേ. ജോക്കിയുടെ പ്രതിമ വെക്കാം, വെച്ച് കളയാം. ഓക്കെ ഹുഡിയല്ല വേറെ, അതാണ് നമ്മുടെ പുതിയ ഡ്രസ്. തിരിഞ്ഞ് നടന്നാലാണ് കാണാൻ പറ്റുന്നത്. എന്താ തിരിഞ്ഞ് പറയടാ. ബാക്കിയാണ് ഇത് എവിടെയാ? അതെ ഒരു മിനിറ്റ്, ആദ്യമേ കാർല പോലും വാസുപോലും മാത്രം കേറിട്ട് നമുക്ക് ബാക്കിയെല്ലാം നിങ്ങൾ കയറിക്കോ. ഓക്കെ സമാധാനം. ഇപ്പൊ സെറ്റ് ആയി. ഇത് എടാ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഇതിനകത്ത് ഒന്നുമില്ലല്ലോ കൊച്ചിനെ. സാധാ ഫ്ലോറാ. ഞാനോർത്ത് കിണറല്ലോ അടിയിലോട്ട്. ഞാൻ ഇതിനുള്ളിൽ കാണാം. എടാ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്താ കടാ നമുക്ക് പറഞ്ഞു. ഓ ഇത് ഭയങ്കര ക്വാളിറ്റി കേട്ടോ ഈ സാധനത്തിന്. ഇതിന്റെ ക്വാളിറ്റി നോക്കി കഴിച്ചു നിങ്ങൾ. ഇതിന്റെ ക്വാളിറ്റി ഉണ്ടോ? ഓ ഇങ്ങനെ പറഞ്ഞ സെറ്റ് ചെയ്യണല്ലോ, ഒരു പരുന്തിനെ സെറ്റ് ചെയ്യണം. അത് ഞാൻ പണി അറിയാവുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റൂലേ? ആകാശത്തോടെ പറക്കുന്ന എനിക്ക് വിഷമാവുന്നു. എന്തോ സംഭവം ഡോറ് വന്നോണ്ടാ. എനിക്കൊരു ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റുന്നുള്ളൂ. അതെന്താ ചെയ്യാ? അത് പുറത്തുനിന്ന് ഡ്രാഗ് ആക്കിട്ട് ഇതാക്കണം തോന്നണേ. ആണല്ലേ? ഓക്കേടാ കൊച്ചിനെ ഇത് ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടാ. ഇല്ല നമുക്ക് കണ്ണേക്കാളില്ല. ഇല്ലല്ലോ ഉണ്ടോ? ഞാൻ ചുമ്മാ ചെക്ക് ചെയ്യാതെ വന്നോ ഇല്ലെന്ന് പറഞ്ഞൂടാ. എന്താ സൗണ്ട്? എനിക്ക് സൗണ്ട് കേൾക്കാം. വല്ലാണ്ട് ഫോണാവും തോന്നുന്നു. നോ ക്ലിപ്പ് ആക്കി വരും തോന്നുന്നു. സൈലൻസ്. ഹലോ, ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ. ഫുൾ സൈലൻസ്. എന്താ വരുന്നത് ഇവിടെ? ഇവിടെ എന്താ വരുന്നത്? സൗണ്ട് എനിക്ക് നിങ്ങളുടെ പരിപാടിയല്ലേ, എനിക്ക് അറിയാം. ഇവിടെ സാധനം അതുപോലെ എന്റെ ബി പി കൊടുത്തേ. അങ്ങനത്തെ പറയരുതേ. ഇതിന്റെ അലോയ് എന്ത് രസോടാ കാണാൻ. സദ്യയൊക്കെ വേണ്ടി ആദ്യമേ വന്നിരിക്കാൻ. എന്റെ ആദ്യം കണ്ണുപോയത് അലോയിലോട്ടാ. ഓ ഞാൻ കുഴിക്കകത്ത് പോയി. മറ്റേ ഹോട്ട് വീൽസിലൊക്കെ കളിപ്പാട്ടൊക്കെ പോലെ ക്ലീൻ വണ്ടിയാണ് സത്യം. ഫ്രണ്ടിലത്തെ അത് നോക്കടാ, നൈസ് അല്ലേ?
വണ്ടിയൊക്കെ കൊള്ളാം, ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ വാറെടുക്കല്ലേ, ചത്തു വീഴും കേട്ടോ. ഇടം മണ്ട, നീയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ നിന്റെ തലയല്ലേടാ വണ്ടി കാണുന്നേ, അടിച്ച് തീർക്കത്തില്ലേ? ഹൈറ്റ് ഇല്ല, അതാ പ്രശ്നം. ഇത് കണ്ടോ? കത്തിച്ചു വിടുഞ്ഞ ഇപ്പൊ ടയർ ഇറങ്ങുന്ന ആളിയാ ഇത്. ക്ലീനാണ്, വണ്ടി ക്ലീനാണ്. ഇടിവട്ടിയല്ലേ ഹൈന മോഡൽ അല്ലടാ ഇത്. ഹൈന മോഡൽ ഇങ്ങനെ അല്ലടാ. എന്റെ അമ്മ അതിനകത്തെന്ത് ഒരു ബട്ടൺ അമർത്തല്ലേ, ഒന്നും അമർത്തതൊക്കെ ഇപ്പുറത്തോട്ട് വേണോ എല്ലാവരും? ഇവിടെയാണ് കിട്ടില്ല. ഇവിടെ ഞാൻ നിർത്തുന്നത്. കാറിലൊഴിച്ച് ബാക്കി ഇതിപ്പോ ടിവിയുടെ വണ്ടി റിവീലായ എടാ. സെന്റർ പൊസിഷൻ ഹൈന പോലെ ഉണ്ട്, ബട്ട് സാധനം നൈസാണ്. എടാ അത് അവന്മാര് തന്നെ പണിത വണ്ടിയാടാ. ഹൈന പോലെ അല്ലടാ അത്, അത് വേറൊരു ഡിസൈനാടാ. ഹായ് ജനിച്ചു വരുന്നാലും അങ്ങോട്ട് നോക്കി ഇപ്പൊ വരും. ഇപ്പൊ വരും. ഞാനൊരു 3 വട്ടം കണ്ട്. ഞാൻ കേറിയിരുന്നു അപ്പോൾ. ഞാൻ ചെറുതായിട്ട് കണ്ടു. എല്ലാം നേരെ കാണിക്കാമോ? ഞാൻ എന്താ ഇങ്ങനെ തന്നെ അറിയാം. ലീക്കായിട്ടിരിക്കുന്ന എല്ലാം ഹൈനയല്ല. അതെ അതെ, അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പഴയ വണ്ടിയല്ലേ? പഴയ വണ്ടി. അതിന് ട്രാൻസ്ഫോർമേഷൻ. ഇത് ഐറ്റോടോ, ഇതെന്ത് വണ്ടിയാടോ ഇത്? എന്റെ അമ്മ, ഇത് കിടുക്ക്. ഇവിടെ ഇത് വിഷയം, മറ്റേനൊക്കെ അടിപൊളി ഇതാണ്. എനിക്ക് ഇവിടെ ഇതാണ് പൊളി സാധനം. ഇതെന്ത് രസോടാ ഈ വണ്ടി കാണാൻ. എടാ ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് മറ്റേനൊക്കെ ഇഷ്ടപ്പെട്ട ഇതാണ്. ഇതിന്റെ ഏറ്റവും ലുക്ക് ഈ സൈഡിൽ നോക്കുമ്പോഴേ, നിങ്ങൾ കഴിച്ച ഈ സൈഡിൽ നോക്ക്, ക്വാളിറ്റി ആണ്. അതാ പറഞ്ഞ, നല്ല ക്വാളിറ്റി ഉണ്ടോ വണ്ടിക്ക്. ഈ സൈഡിൽ നിന്നും എനിക്കിതാ ഈ ഒരു ഇതാ ഇങ്ങനെ കാണാൻ ഭയങ്കര രസം. നോക്ക് വണ്ടി നോക്ക്. പശയൊന്നും വേണ്ട, എന്തിനാ പശയൊന്നും വേണ്ട. ഹൈറ്റ് കൂടുതലാ, കാലടി. മറ്റേ കുറവായിരുന്നു, എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കണം കേട്ടോ. പറഞ്ഞു കൊടുക്കുന്ന കാരണം എനിക്ക് ആ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടാ. പശയൊന്നും പറയല്ല, അതൊക്കെ പ്രശ്നമാണ്. ഇതാണ് നൈസ് സാധനം. കാരണം ഇത് കൊള്ളാം. എനിക്ക് ആ വണ്ടിയേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയാണ്. അതെ ഇത് വിഷയം സാധനം. ഇതാണ് സാധനം, വിഷയ സാധനം. വണ്ടി ഇതിന്റെ വേറെ സ്റ്റാർട്ടാക്കി വേറെ എന്തോ സാധനം ഉണ്ടായിരുന്നു ബാക്കിൽ. അത് സുഖമല്ലേ? മറ്റേ അടുത്തുകൂടെ ബുള്ളറ്റ് പോയ ടയർ പൊട്ടിക്കോളൂ. അപ്പൊ നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയാൻ കൊറേ എണ്ണം എനിക്കറിയാം. ചാറ്റിലെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കൊറേ എണ്ണം വരും കേട്ടോ. മറ്റേ എന്തോ ഡൈഹാർഡ് TV ഫാൻ എന്നുള്ള രീതിയിൽ മറ്റേ ഇത് പറയുന്നേ കാണുമ്പോഴേ അറിയാം. ചാറ്റ് നല്ല കാണുമ്പോഴേടാ, നിനക്കൊക്കെ ബുദ്ധി ഇല്ലാത്തതിന്റെ പ്രശ്നം, കൊച്ചു പയ്യന്മാരായതിന്റെ പ്രശ്നം. നിന്റെയൊക്കെ ആ ചാറ്റിടല് കണ്ടാൽ തന്നെ അറിയാം. മനസ്സിലായോ? ഒരു TV ഫാൻ എന്നുള്ള രീതിയിൽ എടാ, TV ഫാൻസ് ഒക്കെ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും KV ആയിട്ട് അത്യാവശ്യം KVയുടെ ലൈവും കാണുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നവരാ. നിന്റെയൊക്കെ മറ്റേ ഹാർഡ് കോർ ഫാനിസം കാണിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി കമന്റ് ഇടുന്ന കാണുമ്പോഴേ അറിയാം നീയൊക്കെ A ക്ലാസ് കുത്തിത്തിരിപ്പോളികളാണെന്ന് കണ്ടാ തന്നെ. എന്നിട്ട് അതിന്റെ കൂടെ അസ TV ഫാൻ എന്നും കൂടെ എഴുതി ചേർക്കും. ഇത് TV ഗ്യാങ് റിവീൽ പറയല്ലെന്ന്. എടാ എന്താടാ അവന്മാര് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് തരുന്നുണ്ടല്ലോ ഗൈസ്, അത് തന്നെ വലിയൊരു കാര്യമാണ്, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു നമുക്കിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കാനും എല്ലാം അവര് പറയണില്ലേ, അത് തന്നെ ഒരു നമുക്കൊരു വലിയ കാര്യമാണല്ലേ. അടുത്ത നമ്മുടെ ഒരു ഇവന്റ് വരുമ്പോ നമ്മള് തിരിച്ച ആ പരിഗണന അവർക്ക് കൊടുക്കണം.
കടുവ കടുവ എഡിഷൻ. കടുവ ഫുൾ ഷീൽഡ് 1. ഇപ്പൊ തന്നെ പറയണോ? ഇതാണ് മൂന്നാമത്തെ വണ്ടി. 3 വണ്ടി ഉണ്ടല്ലേ? പഴയ കടുവയുടെ ഓർമ്മയ്ക്കാണോ കടുവെന്ന് പേരിട്ടേക്കണേ? പണ്ട് ഫുൾ ഷീൽഡ് വട്ട ആ ഓക്കെ ഓക്കെ. കാട്ടാളന്റെ ഡയലോഗ്. ഇവിടെ ഇതൊരു മറ്റേ ഓഫ് റോഡ് എഡിഷൻ വണ്ടിയായിട്ട് അത് ഇറക്കിയില്ല. ആ കാരണം എനിക്ക് രണ്ടാമത്തെ വണ്ടി ഓൾ ടൈം ഫേവറേറ്റ്. കിടില സാധനം, ഒരു രക്ഷയില്ലാതെ. എനിക്ക് അതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ. സെറ്റ് സെറ്റ്. എന്റെ ഫേവറേറ്റ് ഇതിനകത്ത് ഈ 3 എണ്ണത്തിൽ എന്റെ ഫേവറേറ്റ് രണ്ടാമത്തെ വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട? എനിക്ക് രണ്ടാമത്തെ വണ്ടി ഇഷ്ടപ്പെട്ട. എനിക്ക് ഇതിനേക്കാളും രണ്ടാമത്തെ വണ്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് പക്ഷെ നീറ്റ് വണ്ടി കേട്ടോ, നല്ല രസമുണ്ട്. പിടിച്ചേ. അയ്യോ 2 ആ എനിക്ക് 2 ഇഷ്ടപ്പെട്ടെ. 2 കൂടുതൽ വോട്ട്. കടുവ ഓൺ ടോപ്പ്. എനിക്കറിയാലോ അതൊക്കെ. ഇന്റീരിയർ ഡീറ്റെയിൽ ഒക്കെ നോക്കട്ടെ. അപ്പൊ അത് വാറിന്റെ ഇറക്കാത്ത രീതിയിലാക്കൂല്ലോ ഇവിടെ. മറ്റേത് ഒന്നാമത്തെ കടുവേന്റെ മേലെ കേറ്. ചില്ലറ കഴയല്ല, കടുവയുടെ മേലെ കയറി അതിന്റെ കയ്യിൽ നിന്ന് കടി മേടിക്കാൻ. കടുവയിലൊന്നും കേറാനൊന്നും പറ്റത്തൊന്നുമില്ല. ബഗ്ഗാവുന്ന സത്യം. പിന്നെ എന്തിനാ കേറാൻ നോക്കുന്നതല്ല, ഞാൻ ട്രൈ ചെയ്തതാ. നിങ്ങൾ പറഞ്ഞപ്പോ ഒരു ഇനിയിപ്പോ ഗ്യാങ് ഹൗസ് വിടാം. ഞാൻ പോയി എങ്ങനെ പെട്ടെന്ന് ആക്കാൻ പറഞ്ഞ അവർക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ടല്ലോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന പറഞ്ഞാൽ അത് മോശമാണ്. അത് നമ്മുടെ ഒരു ഇത്. കാറൊന്ന് പെട്ടെന്നാക്കിയേ. ആ ഇത് എന്തൊരു ഡിലേയാ. അത് മോശമാണ് കേസ്, അങ്ങനെ ചെയ്യാൻ പാടില്ലത്. നമുക്ക് അവരുടെ പരിപാടിയല്ലേ. ഞാൻ മൈക്കോണാക്കിയല്ലടാ പറഞ്ഞേ. മൈക്കോണാക്കിട്ടല്ല പറഞ്ഞേ. ഇനിയുണ്ടോ? ഇനി എന്താ? ഇനി ഗ്യാങ്സ് അല്ലേ? സീക്കമാര് കളിക്കുന്നോടാ. ഇവിടെ തന്നെ ഗ്യാങ് ഹൗസ്? അല്ലല്ല, അവിടെ ടെലിപ്പോർട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ടെലിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഗ്യാങ് ഹൗസിലോട്ടാ പോണേ. അതാണ് അവരുടെ ഐഡിയ. ലോജിക്കലി തിങ്ക് ചെയ്ത്. എന്താടാ അപ്പൊ പറയാ കരിമ്പില് ജോണി. അസുമന, ഈ വണ്ടിക്ക് ഭയങ്കര ഒരു കഥയുണ്ട്. അതെന്താ പാപ്പ? ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ദേവലോകത്തുണ്ടായിരുന്ന സമയത്ത് എന്റെയും ജോണിയുടെയും മെയിൻ ഒരു വണ്ടിയായിരുന്നു ഇത്. ആണല്ലേ? ഇതുവരെ ഞങ്ങളെ ഒരു പോലീസുകാരും ഈ വണ്ടി പോയപ്പോ പിടിച്ചിട്ടില്ല. ഒരു 80 റോബറിയൊക്കെ ചെയ്ത് കാണും. അവിടെ നല്ല പോലീസുകാരൊന്നും ഇല്ലേ പാപ്പ? അത് മാസമായിരുന്നല്ലേ? ഞാനോർത്ത് വേറൊരു സെൻസിലും കൂടെ ഉണ്ട്. എനിക്ക് ആദ്യമായിട്ട് അപ്പാപ്പ ഗിഫ്റ്റ് ചെയ്ത അപ്പൊ അതിന് ആദ്യം പറഞ്ഞതിനൊക്കെ വാല്യൂ അപ്പൊ അതിനാട്ടോ അപ്പ. സങ്കടമൊന്നുമില്ല. അതാ ഇമ്പാക്ടിന് മാറ്റം വന്ന അതാ പ്രശ്നം പറ്റിയ. ഇമോഷനാണ് ഈ വണ്ടി. ഇമോഷനാണത്. ബ്രാവോ ഗെയിമിംഗ് എഡിഷൻ. പിന്നെ ഈഗിൾ ബ്രോന്റെ കസ്റ്റം ജാക്കറ്റും ഈഗിൾ ബ്രോന്റെ വണ്ടി. അവിടെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായില്ല.
സൗണ്ട് ഇല്ലല്ലോ വാസണ്ണ സൗണ്ട് ഇല്ല എടാ ഞാൻ ഇവിടെ ലൈവില് കുറച്ച് ഇവിടുത്തെ ഓഡിയൻസ് തള്ളക്കി വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. അവന്മാര് പറഞ്ഞു എനിക്ക് മാത്രം വണ്ടി ഉണ്ടാവില്ലെന്ന്. എടാ ഈ പ്രതിഭയോട് കൂടി നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോകണം. ഇത് വാസണ്ണനാണോ? വാസു ബാക്കിൽ പേരുണ്ടോ? വാസു ഇത് വായിക്കുമ്പോ തന്നെ എനിക്ക് മറ്റേ ടോൺ ഓർമ്മ വരുന്ന വാസുവേ. എന്ത് കൊടുത്ത് ഇതെന്ത് ചെയ്ത്? ഇതിപ്പോ എന്തായി? കേവി അല്ലാണ്ട് പിന്നെ ആയിരുന്നു പിന്നല്ലത്. അയ്യോ വാസവനെ ഇത് ലോവർ ഫ്രണ്ട്ലി അല്ല കേട്ടോ. അപ്പ കീടിലായിട്ടോ അപ്പൊ അതെ നമ്മുടെ തോമാച്ചന്റെ വണ്ടി പോലില്ല ഇത് കണ്ട. സത്യം തോമാച്ചിന്റെ വണ്ടി പോലുണ്ട്. താങ്ക് യു കേവിയെ, താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ഗോ. എടാ ഞാൻ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിട്ട് എനിക്ക് മനസ്സിലായില്ലടാ സത്യം പറഞ്ഞ നിങ്ങൾ കണ്ട ഇവിടെ നോക്കിയപ്പോ ഉണ്ടല്ലോ അതാ അപ്പാപ്പന് ഇത് ഇവിടെ ഞാൻ ആ വണ്ടി കാണുമ്പോ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഓർത്തിന് ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതാക്കണം മനസ്സിലായ. എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല കാരണം ദൂരെ നോക്കിയ ഈകളൊന്നും മനസ്സിലാവില്ല. ഇത് മെഴുക് പ്രതിമ അപ്പൊ എനിക്കിതൊന്ന് ഗ്യാങ് ഹൗസിൽ മെഴുക് പ്രതിമ ഇത് കണ്ടില്ലേ അപ്പാപ്പ? ഇത് കണ്ടില്ലേ? കൂട്ടി ബാക്കിൽ പരുന്ത്. ഒറ്റ പ്രശ്നമുള്ളു കാർലോ, പരുന്ത് വാസുവിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടാ. ബാക്കില് പരിവാസു അങ്ങനല്ല വേറെ അങ്ങനല്ല അങ്ങനെ എഴുതി വെച്ചിരിക്കണേ. PARUNTH ആണ് പരുന്ത് വാസു. ഡി എഴുതിയേക്കുന്നത്. പക്ഷേ വസോനെ കുട്ടിയുടെ മേൽഭാഗം കിടക്കുന്നവർ എന്തായാലും പേര് കാണത്തില്ല. അതാ പ്രശ്നം. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഇടണോ അപ്പാ? ഞാൻ റിവെഞ്ച് എടുത്തത് കേട്ടോ അപ്പൊ റിവെഞ്ച് എടുത്ത് കേട്ടോ. എന്റെ റിവെഞ്ച് ആയിരുന്നല്ലേ അത്? അല്ല വസോനെ കൊടുത്ത സ്പെല്ലിംഗ് അതാ തോന്നുന്നില്ല. ഇതെന്താ ഇത് എവിടോട്ടാ വന്നേ? ചാന്ദ്രയാൻ എഡിഷൻ. ഇതെന്താ ട്രാൻസ്ഫോമർ? ഇതെന്താ നമുക്ക് പറഞ്ഞോളാം കാരണം പറയാം. പറഞ്ഞ ഇതിപ്പോ ഹിനിയാ ശരിയാ വാസു പിന്നെ ഓണാക്കിക്കോ. എവിടെ പോയോ? ഇതെന്താ ഹെലി നോക്കടാ. ഇത് ഹെലിക്ക് എന്തോ ബഗ് ഉണ്ട് ഗൈസ്, അതാണ് പ്രശ്നം. പക്ഷെ ഹെലി കൊള്ളാല്ലേ, ഹെലി നോക്ക്. ബാക്ക് വെച്ച് നോക്ക്, മറ്റേ ജെറ്റ് എഞ്ചിനൊക്കെ പോലെ ഇരിക്കുന്നു. ഇതിന്റെ കൊച്ചുനെ ഒന്ന് വലിക്കോ. ഹലോ ഡ്രാഗിയോ ഞാൻ ഫ്രണ്ട് എൻട്രൻസ് വന്ന് നിൽക്കുന്നു. ഓർമ്മയുണ്ടോ? ഇതിന്റെ കളർ കേരള ഞാൻ കാര്യം പറയട്ടെ. ഇതേ ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്ന ഹെലിയായിരുന്നു. കാരണം ഇനിയിപ്പോ കുഴപ്പമില്ല, അതിന്റെ കളർ ഹെലി ഞങ്ങള് കഴിഞ്ഞ വണ്ടി ഇറക്കിയില്ലേ, വണ്ടി ഇറക്കിയ സമയത്ത് അന്ന് ഹെലിക്ക് കസ്റ്റം നമ്മളിവിടെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നല്ലോ. ഇതെന്താ എന്നെ പിന്നെ കൊണ്ടുപോയേ? എടാ എന്നെ പിന്നെ ഹെലികോപ്റ്ററിനകത്ത് കൊണ്ടുപോയി. ഇതായിരുന്നു നമ്മുടെ ഹെലി. ഞാനത് ഇനിയിപ്പോ അത് പിന്നെ ഒരു സത്യമായിട്ട് നമ്മുടെ ഹെലി ഇതായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. ഇത്
ഇനിയിപ്പോ കുഴപ്പമില്ല, ഒരു കളർ ചേഞ്ച് ആക്കിട്ട് അതെ അതെ, കളർ ചേഞ്ച് ആക്കി ഞങ്ങള് വേറൊരു രീതിയിലോട്ട് കൊണ്ടുവരാം. ഇല്ല ഇത് ലീക്കായോടെ ഞാൻ പുതിയ തുടങ്ങി, ഇപ്പൊ പണി തുടങ്ങി. അതല്ലേ സമയം എടുത്തിരിക്കുന്നത്. ചമ്പത്തൂരിന്റെ ചങ്കുകൾ കലങ്ങുന്നു. ചങ്ക് അല്ലല്ല, ഇപ്പൊ ഇത് ഈ ഒരു മോഡൽ ഇപ്പം ഉണ്ട് കാർലോ. സെയിം എക്സാക്ട് ഇങ്ങനെ തന്നെ ഇരിക്കുവല്ല, എന്നുവെച്ചാ ഈ സെയിം മോഡലാ. പക്ഷെ ഇത് തന്നെയല്ല, എക്സാക്ട് ഇതല്ല. പക്ഷെ ഈ പുറകിലത്തെ പോലത്തെ അതെല്ലാം ഉണ്ട്, ജെറ്റ് എഞ്ചിൻ പോലത്തെ സാധനം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കിടില കേട്ടോ, ഈ ഹെലി ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല എനിക്ക് പുറത്ത് കണ്ട സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലല്ല, ഇരട്ട പറ്റ പോലെ വേണമെങ്കിൽ ലിവറി മാറ്റാം. അതെ 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 അതെ, ഒരു പച്ച ഒരു ചോപ്പ് സേക്കിന് മുമ്പിച്ചത് ഗൈസ്. അങ്ങനൊന്നും അല്ല ഗൈസ്, ഈ ഹെലി ഇപ്പൊ ഈ ഷേപ്പ് കോമണാ ഗൈസ് ഇപ്പം. ഗൈസ് ഇപ്പൊ മോശ കുത്ത് റീസ. ഇതെന്താ അടി ഹെലി എന്ത് രസോടാ കാണാൻ ഗൈസ്. അത് വെളിയിൽ വന്നപ്പോ അതിനേക്കാ ഭംഗിയടാ, നമ്മൾ അകത്ത് കണ്ടതിനേക്കാളും. വണ്ടി നോക്ക് കിടക്കുന്നതോ, ഈ സാധനം കണ്ടോ? കൊള്ളാലേ. ഇത് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ഈ വണ്ടി നോക്ക്, കൂട്ടത്തിൽ ഏറ്റവും കിടില ഹെലിയും ഈ വണ്ടിയാണ് എനിക്ക്. പക്ഷെ ഇതിന് കുറച്ച് ഹൈറ്റ് കുറഞ്ഞു പോയേട്ടാ, ഇതിന് കുറച്ച് ഹൈറ്റ് പോയി. കടുവനൈസ് അല്ലേ, എനിക്കിതാണ് ഇഷ്ടപ്പെട്ടെ, എനിക്കിതാ ഇഷ്ടപ്പെട്ടെ. ഇത് പഴയ വണ്ടിയല്ലല്ലോ, ഇത് പഴയ വണ്ടിയാണോ? ഇത് പഴയ വണ്ടിയാണോ? ഇതല്ലായിരുന്നു രണ്ടാമത്തെ വണ്ടി? അല്ല, ഇത് പഴയ വണ്ടിയൊന്നുമല്ല. എടാ, ഇത് പഴയ വണ്ടിയാണോ? അല്ലല്ലോ, ഇതല്ലേ രണ്ടാമത്തെ വണ്ടി? ഹലോ ഹലോ, എടാ, ഇതല്ലേ കാർലോ രണ്ടാമത് കണ്ട വണ്ടി നമ്മള്? അതെ അതെ, ഇതാണ് 6 നമ്മൾ കണ്ടത്. ഇത് പഴയ വണ്ടിയൊന്നുമല്ല, ഇത് പുതിയതാ. ഇത് പുതിയ വണ്ടിയാ. നിങ്ങൾ ഏതിന്റെ കാര്യം പറയണേ? ഓ, ഇതിന്റെ കാര്യോ? അല്ല, ഇതിന്റെ മറ്റേതിന് ഹൈറ്റ് കുറവാടാ. ഇതിന്റെ മറ്റേതിന് ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നതിന് ഹൈറ്റ് കുറവാ. ഞാൻ പറഞ്ഞത് ഈ വണ്ടിയുടെ കാര്യ, ലുക്ക് പറഞ്ഞത് ഞാൻ ഈ വണ്ടിയുടെ കാര്യമാ. ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നതിന് ഇവരുടെ ഹൈറ്റ് കുറവാ. അതാ ഇത്ര ഹൈറ്റേ ഉള്ളൂ. ഞാൻ അവിടെ കൊണ്ടുവന്ന് അടുത്ത് വന്നില്ലേ, കണ്ട ഹൈറ്റ് ഇല്ല ഈ വണ്ടിക്ക്. പുറകിലത്തെ ഓൾഡർ. എടാ ഞാൻ പറഞ്ഞത് എന്റെ ഫേവറേറ്റ് വണ്ടി ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്. ഈ നമ്മൾ രണ്ടാമത് കണ്ട വണ്ടി. എനിക്ക് ഇത് മനസ്സിലായില്ല. ഫസ്റ്റ് പുതിയതാണോ പഴയതാണോ എന്ന് മനസ്സിലായ? ഇത് പുതിയതാണോ പഴയതാണോ മനസ്സിലായില്ല. പുതിയതിനും ഹൈറ്റ് കുറവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അങ്ങനെ കുറെ എണ്ണം. അപ്പാ ഇനി എങ്ങോട്ടാ? ഇല്ല, എങ്ങോട്ടാ വരണ്ടേ? ഓ, അവര് പോയ അങ്ങോട്ട് പോവാ. ഇല്ല, അങ്ങോട്ട് വരുവാ. ആ, എത്തി. ഏത് വണ്ടിയിലാ കയറണ്ടേ? ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പാപ്പൻ മൊയിലിന് വിളിക്കാൻ പറ്റും. ഗോഡ്സിലെ ഹൈറ്റ് കുറവല്ല. ഗോഡ്സിലെ ഹൈറ്റ് കുറവാടാ. ഗോഡ്സിലെ ഏകദേശം ഹൈറ്റ് കുറവാ. അപ്പാപ്പനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. അവര് ബസ്സിന്റെ അകത്താ. ബസ്സിൽ കയറിയെന്നോ? ബസ്സിൽ കയറി. വണ്ടിയുടെ ഫ്യൂൽ ടൈപ്പ് റോങ് എന്ന് പറയുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങോ. ജോണി മാമനും അപ്പാപ്പനും ബസ്സിൽ നിന്ന് ഇറങ്ങാവോ? നല്ല ക്വാളിറ്റി. എടാ, അവന്മാർ ചെയ്യുന്ന ഫയലിനെല്ലാം നല്ല ക്വാളിറ്റി ആടാ. നല്ല രസമാണ് കാണാൻ, വണ്ടി കാണാൻ. ഹൈന കണ്ടിട്ടില്ലേ നിങ്ങൾക്ക്? ഹൈനയ്ക്ക് ഒരു ഗ്ലോസി ഫിനിഷ് ഇല്ലേ ഹൈനയ്ക്ക്? ഹൈന ബാക്കി കമ്പാരിറ്റീവ്ലി സിറ്റിയിലുള്ള എല്ലാ ഗ്യാങ് വണ്ടികളെക്കാളും ഹൈന ഇങ്ങനെ തിളങ്ങി നിൽക്കും. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അതൊരു പ്രത്യേക ഒരു സാധനമാണ്. ഹൈനയ്ക്ക് ഒരു ഗ്ലോസിനെസ് ഉണ്ട്, ഒരു ഇതുപോലത്തെ. പ്രത്യേകിച്ച് സിനിമാറ്റിക്സിൽ കാണാൻ ഭയങ്കര രസമാണ്. ഏത് ഇതിലോ?
ഇല്ല എനിക്കിത് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഹോട്ട് വെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതില്ലാത്ത ഗ്യാങ് കൊണ്ട് ഉണ്ടായിരിക്കും. അങ്ങനൊന്നുമില്ലല്ലോ. ഇല്ല എനിക്ക് വെഹിക്കിൾ കനോട്ട് ബി ഹൈജാക്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചോണ്ടിരിക്കും. മലയാളത്തിൽ പറഞ്ഞു കാസ്റ്റർ കത്തിയോ? അല്ലല്ല കാസ്റ്റർ റിവീൽ ചെയ്യണ്ടേ? കാറിൽ വരാതെ എങ്ങനെ റിവീൽ ചെയ്യണേ? ആ അതാ കാസ്റ്റർ റിവീൽ ചെയ്യുന്നത്. വാ വാ വാ. ആ കാറിലെത്തി. കാറിലെ വാ കയറിയോ? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ചുമ്മാ ഇവിടെ നിന്ന് ഓടിച്ചു നോക്കുവാണേ. റൈറ്റിലോട്ട് എടുത്തോ വാസു, റൈറ്റിലോട്ട്. അങ്ങോട്ട് വായിച്ചോ വിസിബിൾ ആവും. കേൾക്കുന്നുണ്ട്. എന്നെ കണ്ട് ഡ്രൈവ് ആക്കി ഉണ്ടായിരുന്നു. ഡെവില് ഒന്ന് ഡ്രൈവ് ഒക്കെ അടച്ചോണി അവനെ. ഇപ്പൊ കുഴപ്പമില്ല. അപ്പാപ്പൻ എന്താണ് അഭിപ്രായം ഈ വണ്ടിയെ കുറിച്ച്? എനിക്കിതാണ് കാറിലെ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാ. സത്യം ഇതന്നെയാണ് മെയിൻ വണ്ടിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു ബ്ലാക്കിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഈ വണ്ടി വാറി ശോകമാണ്. ഇല്ലടാ ഇത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടോ. കാറിലെ കൊടുക്കടാ. കാറിലെ വണ്ടി ഓടിച്ചാ കാറിലെ എടുക്കുന്ന വണ്ടി അല്ല കാറിൽ ഓടിച്ചു നോക്കിയില്ല വണ്ടി. ഇല്ല ഞാൻ ഓടിച്ചു കൊടുക്കണം. നമുക്ക് ഇപ്പഴേ ടയർ വിട്ടു. ആ ടയർ ഓട്ടുകറിയാൻ പറ്റുന്നില്ല. ഗീ വേണം. നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ. പക്ഷെ നല്ല റോഡ് പ്രസൻസ് ഉണ്ട് വണ്ടിക്ക്. സത്യം നല്ല ഓടി വരുമ്പോ നല്ല രസമാണ്. നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് വണ്ടി. ഇവിടെ കേറുന്നില്ലല്ലേ? ചെറിയൊരു ഇല്ല ഇവിടെ കേറുന്നില്ല. എന്റെ ഫ്രണ്ട് എന്തോ തട്ടി വയ്ക്കുന്നു. എന്തായാലും ഇറക്കിയാലേ ഇനിയിപ്പോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ അല്ല അത് 2-3 വാറൊക്കെ കളിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. കണ്ടതാ ഇങ്ങനത്തെ സർഫസൊന്നും കേറില്ല. ഇത് പ്രശ്നമാണ്. ഇത് പ്രശ്നമാണ്. പക്ഷെ ഇത് 2-3 ഒരുമിച്ച് വരുമ്പോ റോഡ് നിറഞ്ഞു നിൽക്കും. പക്ഷെ വണ്ടി കേറുന്നില്ല. കണ്ട അത് ഫിക്സ് ചെയ്താൽ മതി. അത് ഫ്രണ്ട് വീല് കറങ്ങണില്ല. ഹിറ്റ്മാനെ നോക്കിയുണ്ടാ ഫ്രണ്ട് വീൽ ആക്സിലറേഷൻ കൂടെ കറങ്ങണില്ല. അതാ ഹലോ കണ്ട ഈ ബാക്കിലത്തെ വീല് മാത്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കേറുന്നതേ ഇല്ല, അനങ്ങുന്നേ ഇല്ല, കറങ്ങുന്നതില്ല. അങ്ങോട്ട് പോട്ടെ. ഗ്യാങ്സ് സോ ഗൈസ് കെവിയുടെ ഗാംഗോസ് റിവീൽ. കണ്ടോ ഗാംഗോസ്? ഇല്ലല്ലോ. ഇല്ല ആരും കണ്ടില്ല. അല്ല ഞാൻ പകുതി പണി ചെയ്യുന്ന സമയത്ത് കണ്ടിരുന്നു. പിന്നെ അതിനുശേഷം കണ്ടില്ല. ഫുള്ള് പറഞ്ഞു ഞാൻ മണിന്റെ അടി പോയേ. ഐഡി പറഞ്ഞ വിളിക്കാൻ പറയാം. 33 എടാ ഐഡി 33 വിളിച്ചേ. വണ്ടിന്റെ അടിയില്ല. വണ്ടി കൊടുക്കനെ പോയിക്കാ. ഞാൻ ഈ വണ്ടിക്കകത്തല്ലടാ. 33 നമ്മള് ചാടണോ ഇതിന്ന്? വേണ്ട വണ്ടി കൊടുക്കനെ വിളിക്കരുത്. 33 അയ്യോ ഇതിനി മാപ്പിനകത്തൂടെ ഗാംഗോസ് റിവീൽ ആവുമെന്നാണ് എന്റെ പേടി. ഇല്ല അയ്യോ നമ്മൾ ചാടേണ്ടി വരും. വണ്ടിന്ന് ഇറങ്ങിക്കോ. ഓക്കെ വണ്ടിന്ന് ഇറങ്ങിക്കോ. അതാ നല്ലത്. എന്തോ വന്നിട്ട് പോയി. എടാ ഞാനിപ്പോഴും താഴോട്ട് പൊക്കോണ്ടിരിക്കുക. ഹലോ ഞാൻ താഴോട്ട് പൊക്കോണ്ടിരിക്കുക. ഹലോ കേക്കാവോ? ബസ്